കുറാഞ്ചേരി തച്ചൻകുഴി റീബിൽഡ് കേരള റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലം അപകടങ്ങൾ പതിവാകുന്നു. റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാത്തത് യാത്രക്കാരെ വലിയ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കുളത്താഴം ചെക്ക് ഡാമിന് സമീപം 20 അടിയോളം താഴ്ചയിലേക്ക് സ്കൂട്ടർ മറിഞ്ഞ് യാത്രികയായ ഓമനയ്ക്ക് നട്ടെല്ലിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ഇവർ നിലവിൽ കിടപ്പിലാകുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ജനുവരി 2-ന് പുലർച്ചെ 5 മണിയോടെ ഉണ്ടായ അപകടത്തിൽ ഒരു ടിപ്പർ ലോറി മറിഞ്ഞ് പൂർണ്ണമായും കത്തിനശിച്ചു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഡ്രൈവർ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ചെപ്പാറ ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്കുള്ള പ്രധാന പാതയായ ഈ റോഡിൽ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. റോഡ് നിർമ്മാണത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ അശാസ്ത്രീയതയും അഴിമതിയും ചൂണ്ടിക്കാട്ടി യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി CV ഹരിപ്രസാദ് നൽകിയ പരാതിയിൽ ഉടൻ തുടരന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത VG സുരേഷ് കുമാർ ആവശ്യപ്പെട്ടു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി റോജിൻ മാത്യു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ CV ഹരിപ്രസാദ് സ്വാഗതവും ആൽബിൻ ബാബു നന്ദിയും പറഞ്ഞു. നേതാക്കളായ VR ശ്രീജിത്ത്, രമേശ്, സജി, ബാലൻ, ജിജോ, ടിൻഡോ, ക്രിസ്റ്റിൻ, ജോണി എന്നിവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. മനോവീര്യം തകർക്കുന്നതിന് വേണ്ടി അവനെ പോലീസിനെ കൊണ്ട് ദ്രോഹിക്കുന്ന ഒരവസ്ഥ കണ്ടു. അപ്പോൾ ശക്തമായ ഇടപെടൽ ഈ പ്രദേശത്തെ കോൺഗ്രസിന്റെ നേതൃത്വം ഇടപെടുകയും അതിനെതിരെ ശക്തമായ പരാതികളുമായി നാം മുന്നോട്ട് പോയി. ഇന്ന് ഈ റോഡ് നിർമ്മാണത്തിന്റെ അശാസ്ത്രീയതയും ഇതിനത്തെ അഴിമതികളും ചൂണ്ടിക്കാണിച്ച് വിജിലൻസ് അന്വേഷണത്തിന് പരാതി കൊടുത്തിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് ഹരിപ്രസാദ്. ആ പരാതി അധികാരത്തിന്റെ എല്ലാ അധികാരവും ഉപയോഗിച്ചുകൊണ്ട് ആ പരാതികളിൽ ശാസ്ത്രീയമായ ഒരു അന്വേഷണം നടത്താതെ മുന്നോട്ട് പോവുകയാണ്. തികച്ചും UDF സർക്കാർ വരുമ്പോൾ ഇതിനകത്തെ കെടുകാര്യസ്ഥതയും ഇതിനകത്തെ അഴിമതിയും തുറന്നു കാട്ടി അഴിമതിയിൽ കൂടി പണം സമ്പാദിച്ച ആ പ്രദേശത്തെ ഭരണവർഗത്തെ ഭരണ നേതാക്കന്മാരെ കണ്ടെത്തി അവർക്കെതിരെ നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് ഈ വേളയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതേപോലെ കുളത്താഴത്ത് ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് ഒരു ചേച്ചി അപകടത്തിൽ പെൻഷൻ കൊടുത്ത് വീട്ടിൽ പോയിരുന്ന പെൻഷൻ ഏജന്റ് ആ ചേച്ചി അപകടത്തിൽപ്പെടുകയാണ്. ഏകദേശം 20 അടി താഴ്ചയിലേക്ക് ആ ചേച്ചി അതിൻ്റെ സ്കൂട്ടറടക്കം മറിഞ്ഞു വരികയും അതിന് നട്ടെല്ലിന് കാര്യമായ പരിക്ക് പറ്റി ഇപ്പോൾ ചികിത്സയിലാണ്. ഒരു നടക്കാൻ പറ്റാത്ത അവസ്ഥ, നട്ടെല്ലിന് ചിന്തൽ സംഭവിച്ചിരിക്കുകയാണ്. ഓമന എന്ന് പറയുന്ന ഒരു വീടിൻ്റെ അത്താണിയായ ആ ചേച്ചി അപകടം പറ്റി ഇന്ന് 2 മാസത്തിലധികമായി ഹോസ്പിറ്റലും അവരുടെ വീട്ടിലും